നമ്മളുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ദിവസങ്ങൾ കൊണ്ടാണ്. അവിടെ പ്രക്ഷോഭകാരികൾ അധികാരം പിടിച്ചെടുത്തിന് തൊട്ടു പിന്നാലെ മതമൗലികവാദികൾ നിറഞ്ഞാടി ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഹൈന്ദവരുടെ ഏറ്റവും വലിയ ആഘോഷമായ ദുർഗാപൂജ നടക്കുകയാണ്. അപ്പോൾ അതുപോലെ ബംഗ്ലാദേശിൽ ദുർഗാപൂജയ്ക്ക് ഒരുങ്ങുന്ന ഹിന്ദുക്കൾക്ക് അവിടുത്തെ ഇടക്കാല സർക്കാർ തന്നെ ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ MD ജഹാംഗീർ ആലം ചൗധരി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ പൂജയും പ്രാർത്ഥനയും പാടില്ല. നിസ്കാര സമയത്തിന് മുൻപ് നിങ്ങളുടെ പൂജകളെല്ലാം തന്നെ നിർത്തിവെക്കണമെന്നൊരു ഉത്തരവാണ്. താലിബാനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. മുൻപ് ഇന്ത്യയിലുള്ള വിവിധ നേതാക്കൾ പറഞ്ഞിരുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിനെ പിടിമുറുക്കിയിരിക്കുന്നു, മറ്റൊരു അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശ് മാറുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, സാധാരണ ബംഗ്ലാദേശിൽ പൂജാ പന്തലുകൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഏതായാലും ഈ ഒക്ടോബർ 9 മുതൽ 13 വരെ നടക്കുന്ന ദുർഗാ പൂജ വലിയ പൂജകൾ തന്നെ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഈ പൂജ നടത്തുന്ന കമ്മിറ്റികൾക്കും മറ്റും സർക്കാർ നൽകിയിരിക്കുന്ന ഉത്തരവ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.